ഹായ്, ചക്കക്കുരു ഇറച്ചിത്തോരൻ വെച്ചാലോ? അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കണം. നല്ല ഈ വെള്ളമൊക്കെ വറ്റിയൊന്ന് വെന്ത് വരണം. 2 സവാള, ശകലം തേങ്ങാക്കൊത്ത്. സവാള ചെറിയ ക്യൂബായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. രണ്ട് ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ സവാളയും തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴട്ടി ഈ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ സവാളയ്ക്ക് ശകലം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു നല്ല വേവിച്ചുകൊണ്ട് ഇതിനകത്ത് ഇനി ഇട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, മറ്റേതിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ശകലം ഇട്ട് കൊടുക്കുന്നുള്ളേ. പിന്നെ ശകലം ഗരം മസാലപ്പൊടി അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വീട്ടിൽ പൊടിച്ച്. എന്നിട്ട് ഇത് നല്ലപോലെ വഴട്ടിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലപോലെ വഴട്ടി കൊടുക്കാം കേട്ടോ. നല്ലപോലെ വഴട്ടി അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറുന്ന വരെ വഴട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഇല്ലേ, ഇതിനകത്ത് ഇടാമേ. അതിപ്പോൾ വേവിക്കാതാണെങ്കിൽ ഇപ്പം ഈ വഴട്ടി കഴിഞ്ഞ് ചക്കക്കുരു ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തേ. അപ്പം അത് നല്ലപോലെ വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂമ്പും ഇതുപോലെ വെക്കാമേ. വാഴക്കൂമ്പില്ലേ, അതുപോലെ വെക്കാം. വാഴപ്പിണ്ടി ഇതുപോലെ ഇറച്ചിത്തോരൻ വെക്കാം. പിന്നെ ഇതാണ്ട് ആ വേവിച്ച് വെച്ച ചക്കക്കുരുവും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് തോരനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു ശകലം തേങ്ങ ഇനി എടുക്കുന്നുള്ള അരപ്പിന്. ഈ സമയത്ത് ഉപ്പ് ശകലം ചേർത്ത് കൊടുക്കാമേ. ചക്കക്കുരുവിന് മാത്രമല്ലേ ഉപ്പ് ചേർത്തുള്ളൂ. പിന്നെ സവാള വഴറ്റിയപ്പോഴും ശകലം ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇപ്പോഴാണ് ചേർത്തത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനൊരു ഒരു പിടി തേങ്ങയും ശകലം പെരിഞ്ചീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് തോരൻ്റെ പരുവത്തിന്. എന്നിട്ടൊന്ന് ആവി കയറി കഴിയുമ്പം ഇതൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പം പെരിഞ്ചീരകവും തേങ്ങയും കൂടാണ്. നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് കണ്ടോ. അപ്പോൾ തോരൻ ഏകദേശം റെഡിയായി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇതിൻ്റെ വെള്ളമയമൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു ഇറച്ചിത്തോരൻ റെഡിയാണേ. വെച്ച് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.